ഹായ് ഹലോ ഡിയേഴ്സ്. അപ്പോൾ പർച്ചേസിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഗൈസ് നമ്മൾ വീഡിയോ ഇട്ടിരുന്നത്. ഇതിപ്പോൾ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഫുഡും കഴിക്കണം, നമുക്ക് വണ്ടി ഒന്ന് റീചാർജ് ചെയ്യണം. അങ്ങനെ നമ്മൾ റീചാർജ് ചെയ്യാനായിട്ട് കൊച്ചി ലുലു മോളിലാണ് കേട്ടോ പോയത്. അങ്ങനെ മോളിലോട്ട് പോയി അവിടെ നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ സ്ഥിരം ഞങ്ങളിവിടെ പർച്ചേസിങ്ങിന് വരുമ്പോഴത്തേക്ക് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചാർജ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം മാളിനെയും കാട്ടിയിട്ടും ഇച്ചിരി കൂടി ബെറ്റർ ആണെന്ന് ഞാൻ എപ്പോഴും ഇക്കടുത്ത് പറയും. കൊച്ചി മോള് എനിക്ക് ഇച്ചിരി കൂടി ലുലു മോളിൽ ഇവിടെയാണ് ഇത്തിരി കൂടി ഇഷ്ടം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല, എന്തോ രണ്ടും വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇത്തിരി കൂടി ബെറ്റർ ആയിട്ട് ഇതാണ് ഗൈസ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ പോവുകയാണ്. പോയി നമ്മൾ എന്ത് ചെയ്യണം, ചാർജ് ചെയ്യണം. അങ്ങനെ ചാർജിങ് സ്റ്റേഷൻ എത്തി. അവിടെ പയ്യൻ്റെ കയ്യിൽ നമ്മൾ എന്ത് ചെയ്തു, വണ്ടി കൊടുത്തു. സ്ഥിരം വരുമ്പോൾ ഒരു പയ്യൻ്റെ കയ്യിലാണ് കേട്ടോ വണ്ടി കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ മോളിൻ്റെ അകത്തോട്ട് കയറി. ഭയങ്കര ടയേർഡായിരുന്നു ഗൈസ്, നല്ല ടയേർഡായിരുന്നു. 2:30 മണിയോളം ആയി. അപ്പോൾ എസ്കലേറ്ററിൽ കയറിയതാണ്. ഞാൻ എസ്കലേറ്ററിൽ കയറത്തില്ല, അഹങ്കാരം കാണിച്ച് പോകുന്ന കണ്ടില്ലേ ഗൈസ്. അങ്ങനെ ഞാൻ സ്റ്റെപ്പ് കയറി വന്നതിന് ശേഷം നമ്മൾ ഫുഡിന് ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കെല്ലാം ഒരുവിധം ഇഷ്ടമാണ്, പക്ഷേ സീ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എനിക്ക് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ കുട്ടനാട് ആലപ്പുഴയൊക്കെ കയറി നമ്മൾ ഒരുപാട് സീ ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞാൻ ഇങ്ങനെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പം ഇത് ഓരോന്നും ഞാൻ ചോദിക്കുകയാണ്, അവിടെ നിൽക്കുന്ന പയ്യൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് നമുക്ക് എന്താ പറയുന്നത് കഴിക്കാൻ പറ്റുന്ന സീ ഫുഡ് ഇപ്പോൾ കിട്ടുമെന്നാണ് ഞാൻ ഫസ്റ്റ് ചോദിച്ചത്. പക്ഷേ അപ്പം ഞാൻ ഇക്കടുത്ത് പറഞ്ഞു വേണ്ട, ചിലപ്പോൾ എനിക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓർഡറൊക്കെ കൊടുത്തു ഗൈസ്. ഓർഡറൊക്കെ കൊടുത്തപ്പോഴത്തേക്കും എനിക്കിഷ്ടമുള്ളത്, ഞാൻ ഇക്കാക്ക് ഇഷ്ടമുള്ളതാണ് കൂടുതലും എടുത്തത്. ഞാൻ പറഞ്ഞു അത് മതി നമുക്ക്, എന്നാലും റൈസ് ബോൾ 2 എണ്ണം വേണ്ട, ഒരു റൈസ് ബോൾ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ കൊടുത്ത് ഓർഡറൊക്കെ ചെയ്തു. അതിനുശേഷം ഞങ്ങളിതാ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ പിന്നെ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യണമല്ലോ, റെസ്റ്റോറൻ്റ് ആകുമ്പോൾ നമ്മൾ ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ആദ്യം പ്ലേറ്റ് വന്നിട്ട് പിന്നെ ഇച്ചിരി നേരം കൂടി വെയിറ്റ് ചെയ്തു. അപ്പം ആ മോൾ അവിടെ നിന്ന് അവർ ഫുഡ് കഴിക്കുമ്പോൾ അവൾ അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒരു കോളയൊക്കെ കുടിച്ചു ലാസ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞു ഇക്ക നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. ഇക്ക അങ്ങനെ ചിരിക്കത്തില്ല ഗൈസ്, ഞാൻ ഭയങ്കര ചിരിയാണ് കേട്ടോ. അപ്പോൾ ഇക്കൊക്കെ ഇച്ചിരി ഗൗരവമുള്ള ടീമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു ഇച്ചിരി ഒന്ന് ചിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ചിരിയൊക്കെ നിന്ന് ചിരിച്ച് ഞങ്ങളൊരു വീഡിയോയൊക്കെ എടുത്തു ഗൈസ്. അതിനുശേഷം പിന്നീട് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ട് മെട്രോ അതുവഴിയാണ് പാസ് ചെയ്ത് പോകുന്നത്. അങ്ങനെ 4th ഫ്ലോറിലാണ് കേട്ടോ ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ മെട്രോയൊക്കെ കണ്ടു. അതിനുശേഷം ഇക്കായും ഞാനും കൂടി ഐസ്ക്രീം, ഞാൻ ബട്ടർ സ്കോച്ചാണ് പറഞ്ഞത്, ഇക്ക ചോക്ലേറ്റാണ് പറഞ്ഞത്. അതിനുശേഷം ചാർജ് ചെയ്തു. ഈ പയ്യനാണ് കേട്ടോ നമുക്ക് സ്ഥിരം ചാർജ് ചെയ്ത് തരുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കരിക്ക് കുടിച്ചു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിക്ക്. അങ്ങനെ കരിക്കിൻ്റെ ഈ സംഭവം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു ഗൈസ്. അതിനുശേഷം ചൂടി നമ്മൾ വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊരു വെറും ചായയോ അല്ലെങ്കിൽ കോഫിയോ കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കോഫിയും വേണ്ട ചായയും വേണ്ട ഇക്കാന്ന് പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞു ഇവിടെ നല്ല സൂപ്പർ എന്ത് കിട്ടും, സുലൈമാനി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ സുലൈമാനിയും പിന്നെ ഞങ്ങളുടെ അവിടെ പറയുന്ന തെരളിയപ്പം എന്നാണ് കേട്ടോ ഇതിന് ആ മല്ലിയിലേക്ക് ഇട്ടിട്ടുള്ള സുലൈമാനിയും തെരളിയപ്പവും കൂടി കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ പറയൂലേ വഴിക്കുന്ന കഴിക്കുന്നതൊന്നും കൊള്ളത്തില്ലെന്ന്, പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്. അങ്ങനെ ഞാനും ഇക്കായും കൂടി പപ്പാതി വീതം എടുത്തു ഗൈസ്. പിന്നെ അതിനുശേഷം മക്കൾക്ക് സ്കൂളിൽ പിറ്റേന്ന് കൊണ്ടുപോകാനായിട്ട് ഒരു സ്നാക്സിൻ്റെ ഷോപ്പിൽ കയറി. അങ്ങനെ അവിടെ കയറി അതൊക്കെ നോക്കിയിട്ട് അതൊക്കെ എടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ മോൻ എൻ്റെ മടിയിൽ ഓടി വന്നിരുന്നു, കുളിച്ച് സുന്ദരിയായി. എൻ്റെ മോൻ എന്നെ ഭയങ്കര സ്നേഹമായിരുന്നു ഗൈസ്. ഇത്രയൊക്കെ ഉള്ളൂ പർച്ചേസിങ്. ടാറ്റാ.